നമസ്കാരം. ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ എല്ലാ നിർമ്മിതികളും, അത് വീടായാലും ക്ഷേത്രങ്ങളായാലും എന്ത് തന്നെ ആയാലും താഴെ അടിത്തറയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മുകളിലെ ഗോപുരത്തിൽ നിന്നും തുടങ്ങി താഴേക്ക് പണിതീർത്ത ഒരു ക്ഷേത്രത്തെ പറ്റി നിങ്ങൾക്കറിയാമോ? കൂടുതൽ അറിയാം എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തെ പറ്റി. 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ എല്ലോറ കേവ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറിയാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള 34 ഗുഹകളിൽ ഉള്ളത്. 1 മുതൽ 12 വരെയുള്ളവ ബുദ്ധമത ക്ഷേത്രങ്ങളും 13 മുതൽ 29 വരെ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കിയുള്ള 5 എണ്ണം ജൈനരുടേതുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് 16ാമത്തെ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ചില എപ്പിഗ്രാഫുകളെ അടിസ്ഥാനമാക്കി 8-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജവംശത്തിലെ രാജാവായ കൃഷ്ണൻ ഒന്നാമന്റെ കാലത്താണ് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു രാഷ്ട്രകൂട രാജവംശത്തിലെ രാജാവിന് ഒരു അപൂർവമായ അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നു. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടും, എന്തിന് പ്രശസ്തരായ വൈദ്യരെ കൊണ്ടുപോലും ചികിത്സിച്ചിട്ടും ആ അസുഖത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ ശിവഭക്തിയായിരുന്ന രാജ്ഞി ശിവനോട് പ്രാർത്ഥിക്കുകയും രാജാവിന്റെ അസുഖം ഭേദമായാൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു നൽകാമെന്ന് വാക്കു നൽകുകയും ഒപ്പം ആ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്ന നാൾ വരെ താൻ ഉപവാസം അനുഷ്ഠിക്കാമെന്നും പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, രാജ്ഞിയുടെ പ്രാർത്ഥനയുടെ ഫലമായി രാജാവിന്റെ അസുഖം ഭേദമാകുകയും രാജ്ഞി തന്റെ വാക്കു പാലിക്കുവാനായി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള പ്രാരംഭഘട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നിലധികം വാസ്തുശില്പികൾ പൂർണ്ണമായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ മാസങ്ങളെടുക്കുമെന്ന് കണക്കുകൂട്ടി. എന്നാൽ ഇതുവരെയുള്ള കാലതാമസം ഉപവാസം അനുഷ്ഠിക്കുന്ന രാജ്ഞിയുടെ ജീവന് തന്നെ ആപത്താകുമെന്ന ഉത്കണ്ഠയിൽ ഇരിക്കുമ്പോഴാണ് കൊഗാസ എന്ന വാസ്തുശില്പി അവർക്ക് മുന്നിൽ എത്തുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാനാകുമെന്ന് കൊഗാസ രാജ്ഞിക്ക് ഉറപ്പു നൽകി. കൊഗാസ തന്റെ വാക്കു പാലിച്ചുകൊണ്ട് ചരണാദ്രി കുന്നുകളുടെ ചെങ്കുത്തായ ഒരു ഭാഗം തുരന്നുകൊണ്ട് ഗോപുരം നിർമ്മിച്ചു എന്നാണ് കഥ. ഒരൊറ്റ പാറയിന്മേലാണ് ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാഗവും കൊത്തിയെടുത്തിരിക്കുന്നത്. 2 നിലകളുള്ള പ്രവേശന കവാടം, 150 അടി ആഴമുള്ള അടിഭാഗത്ത് യു ആകൃതിയിലുള്ള നടുമുറ്റവും, പ്രവേശന കവാടത്തിന്റെ ഇടതുവശത്ത് ശൈവ വിഭാഗത്തിന്റെയും വലതുവശത്ത് വൈഷ്ണവ വിഭാഗത്തിന്റെയും ദേവതകളുടെ വിഗ്രഹങ്ങളും കാണപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തെയും അതിസങ്കീർണമായ ശില്പങ്ങളിലൂടെയും കൊത്തുപണികളിലൂടെയും വേദകഥകളും രാമായണവും മഹാഭാരതവും നമ്മോട് പറയുന്നു. പല്ലവ, ചാലൂക്യ ശൈലികളുടെ വാസ്തുവിദ്യയ്ക്ക് തുല്യമായവയാണ് ഇവിടെ കാണുന്ന ശില്പങ്ങൾ. വെറും 18 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ടൺ പാറകൾ തുരന്നു മാറ്റിയിട്ടുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും വെറും 18 വർഷം കൊണ്ട് ഇത്രയും പാറക്കല്ലുകൾ തുരന്നു മാറ്റിയിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നമുക്കാവില്ല. പിന്നെ എങ്ങനെയായിരിക്കാം അന്നത്തെ മനുഷ്യർ ഇത് സാധ്യമാക്കിയിട്ടുണ്ടാവുക? ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളെക്കാൾ സാങ്കേതിക വിദ്യകൾ അവർക്ക് അറിയുമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്നും ആയിരിക്കുമോ?
അതോ ഭൂമിക്ക് പുറത്തുള്ളവർ, അതായത് അന്യഗ്രഹ ജീവികൾ ആയിരിക്കുമോ? ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1682 മുഗൾ രാജവംശത്തിലെ രാജാവായ ഔറംഗസീബ് ഈ ക്ഷേത്രം പൂർണ്ണമായും തകർത്ത് കളയാൻ ഉത്തരവിട്ടു. 1000 ആളുകൾ 3 വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും ക്ഷേത്രത്തിലെ ചില കൊത്തുപണികൾ മാത്രമേ അവർക്ക് തകർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത്തരത്തിൽ കുറെ അധികം ആളുകൾ നിരന്തരം പരിശ്രമിച്ചിട്ടും തകർക്കാൻ കഴിയാത്ത ആ ക്ഷേത്രം, മറ്റ് സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഇല്ലാത്ത ആ കാലത്ത് അന്നത്തെ മനുഷ്യർ വെറും ഉളിയും ചുറ്റികയും കൊണ്ട് എങ്ങനെയായിരിക്കാം ആ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടാവുക? ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി തുരന്നെടുത്ത പാറക്കഷ്ണങ്ങൾ, അതായത് 2 ലക്ഷം മുതൽ 4 ലക്ഷം ടൺ വരെ വരുന്ന പാറ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു മലയുടെ വലിപ്പം വരും. അങ്ങനെയുള്ള ഒരു പാറക്കഷ്ണത്തിന്റെ ഒരു അവശിഷ്ടം പോലും നമുക്ക് ആ സ്ഥലത്തൊന്നും കാണാൻ സാധിക്കില്ല. ക്ഷേത്രം നിർമ്മിച്ചവർ അത് എന്ത് ചെയ്തെന്നോ, എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ, എവിടെയാണ് അത് നിക്ഷേപിച്ചിട്ടുണ്ടാകുക എന്നോ നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. വളരെ പെർഫെക്ഷനിലാണ് ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ കൊത്തുപണികൾ. ഓരോ ഡീറ്റെയിലിങ്ങും നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയധികം ശില്പങ്ങൾ എങ്ങനെയാണ് അവർ കൊത്തിയെടുത്തിട്ടുണ്ടാവുക എന്നത് നമുക്കിപ്പോഴും അറിവില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്യഗ്രഹ ജീവികളാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് എന്ന വാദം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിവില്ലാത്തതോ അല്ലെങ്കിൽ നമുക്കിതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ സാങ്കേതിക വിദ്യകൾ അന്നത്തെ മനുഷ്യർക്ക് അറിയുമായിരുന്നിരിക്കാം. എന്നാലും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത, ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും, ആരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്? മനുഷ്യരോ അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത മറ്റാരെങ്കിലുമോ? ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം കേട്ടോ. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി.